കഴിഞ്ഞ ദിവസം അമേരിക്ക പിടികൂടി ഇന്ത്യയിലേക്ക് തിരിച്ചയച്ച 104 പേരുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തെത്തുമ്പോൾ ഇവരൊന്നും ചില്ലറക്കാരല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ബഹുഭൂരിപക്ഷം പേരും 2 മാസത്തിനുള്ളിൽ അമേരിക്കയുടെ അതിർത്തി വഴി നുഴഞ്ഞു കയറാൻ ശ്രമിച്ചവരാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഡിസംബറിലും ജനുവരിയിലുമായിട്ടാണ് ഇവർ മെക്സിക്കോ അതിർത്തി വഴി അമേരിക്കയിലേക്ക് എത്താൻ ശ്രമിക്കുകയും അതിർത്തിയിൽ അമേരിക്കൻ പോലീസ് ഇവരെ പിടികൂടുകയും ഇവരിൽ ബഹുഭൂരിപക്ഷം പേർ 2 മാസമായി അമേരിക്കയിലെ ജയിലിലായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. അതോടൊപ്പം തന്നെ 45 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയാണ് വിവിധ ഈ ഏജൻസികൾക്ക് നൽകിക്കൊണ്ട് ഇത്തരത്തിൽ നുഴഞ്ഞു കയറാനൊരു ശ്രമം നടത്തിയിരിക്കുന്നത്. അത് ഇല്ലീഗലായിട്ട് അമേരിക്കയിൽ എത്താൻ വേണ്ടിയിട്ട് 1 കോടി രൂപ വരെ മുടക്കി എന്നുള്ളതാണ് വിചിത്രമായ ഒരു കാര്യം. ഈ 1 കോടി രൂപ നമ്മുടെ നാട്ടിലെ ദേശസാൽകൃത ബാങ്കിൽ നിക്ഷേപിച്ചാൽ 60,000 രൂപ പലിശ കിട്ടുമെന്നിരിക്കെയാണ് 1 കോടി രൂപ മുടക്കി ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ച് അമേരിക്കയുടെ ജയിലിൽ പോയി കിടന്നും കൈവിലങ്ങണിഞ്ഞ് തിരിച്ചു വരാനുമുള്ള സൗഭാഗ്യത്തിന് വേണ്ടി ഇവർ പോയതെന്നാണ് ഓർക്കുന്നത്. ഏതായാലും മറ്റു ഉള്ള ഒരു പ്രധാനപ്പെട്ട വിവരം, പഞ്ചാബിൽ നിന്നുള്ള ഇതുപോലെ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ആദ്യം 45 ലക്ഷം രൂപ മെക്സിക്കോയിലെ ചില ഏജൻസിക്കാർ വാങ്ങിയിരുന്നു. മെക്സിക്കോയിൽ എത്തിയതിന് ശേഷം ഇയാളെ മർദ്ദിക്കുകയും വീണ്ടും ഒരു 20 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെടുകയും ചെയ്തു. ഏതായാലും ലക്ഷക്കണക്കിന് രൂപ മുടക്കി അനധികൃതമായി വിവിധ രാജ്യങ്ങളിലെ മരുഭൂമികളും കടലും കായലും താണ്ടി അമേരിക്കയുടെ അതിർത്തി കടക്കാൻ ശ്രമിച്ചവരാണ് പിടിയിലായിരിക്കുന്നത്. ഇവർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഈ ജയിലിലായവർക്ക് സ്വന്തം ചെലവിൽ പാസഞ്ചർ വിമാനങ്ങളിൽ നാട്ടിലേക്ക് തിരികെ പോകാൻ കഴിയും. അത് ഉപയോഗപ്പെടുത്താൻ കഴിയാത്തവർക്ക്, അതിന് ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ പണം ഇല്ലാത്തവർക്ക് പിന്നീട് ഉള്ള അമേരിക്കയുടെ നിയമ നടപടികളുടെ ഭാഗമായി അവരെ സൈനിക വിമാനത്തിൽ തന്നെയാണ് തിരികെ എത്തിക്കുന്നതും. അതുകൊണ്ടാണ് സൈനിക വിമാനത്തിൽ ഇവരെ എത്തിച്ചത്. ഏതായാലും നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി ഒരു രാജ്യത്ത് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച് അവിടുത്തെ ജയിലിൽ കഴിയുന്ന ആളുകളെ ഇന്ത്യയുടെ വിമാനങ്ങൾ അയച്ച പൂച്ചണ്ടം നൽകി സ്വീകരിക്കണമെന്ന് പറയുന്നവരുടെ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നില്ല. അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ്. കാരണം ലോകത്ത് എമ്പാടും ഏറ്റവും കൂടുതൽ അമേരിക്ക പുറത്താക്കാൻ പോകുന്നതും യൂറോപ്യൻ രാജ്യങ്ങൾ പുറത്താക്കാൻ പോകുന്നതുമായ ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന് ചൂണ്ടിക്കാണിക്കാൻ ചിലർ വേണം. അതാണ് ഇന്ത്യയിലുള്ള മറ്റ് വിഭാഗങ്ങൾ. അതുതന്നെയാണ് ലക്ഷ്യവും. ഏതായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തെത്തുമ്പോൾ ഇവരൊന്നും ചില്ലറക്കാരല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവിധ രാജ്യങ്ങളിലൂടെയാണ് ഇവർ അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. ലക്ഷങ്ങൾ കൊടുത്താണ് കടക്കാൻ ശ്രമിച്ചത്. ഒപ്പം തന്നെ പലരും 2 മാസക്കാലമായി ജയിലിലായിരുന്നവരാണ് ഇപ്പോൾ പുറത്തേക്ക് എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.